بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നന്നായി പഠിക്കുകയും തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മരിക്കുകയും ചെയ്യുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആർക്കാണോ അള്ളാഹു വഴി കാണിക്കുക അവനാണ് സന്മാർഗം ലഭിച്ചവൻ. വമൻ യുദ്ലിൽ, ആരെയാണോ അള്ളാഹു വഴിതെറ്റിച്ചത് ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനി, അള്ളാഹുവെ കൂടാതെ അവന് യാതൊരു മിത്രങ്ങളെയും ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മ, അന്തിമനാളിൽ അവരെ നാം അന്ധരായും ബധിരരായും മൂകരായും മുഖങ്ങളിലായി ഒരുമിച്ച് കൂട്ടും. കാലുകൾക്ക് പകരം മുഖങ്ങളിൽ അപമാനിതരായി ഇഴഞ്ഞു വരേണ്ട സാഹചര്യം അവിശ്വാസികൾക്കുണ്ടാകും. മഅ്വാഹും ജഹന്നം, അവരുടെ അഭയം നരകമാണ്. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം അതിൻ്റെ തീ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ദാലിക ജസാഉഹും ബിഅന്നഹും കഫറൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിന്റെ പേരിൽ അവർക്കുള്ള പ്രതിഫലമാണ് അത്. വഖാലു അഇദാ കുന്നാ ഇളാമൻ വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ, അവിശ്വാസികൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലും നുരുമ്പിയ പൊടികളുമായതിനു ശേഷം പുതിയൊരു സൃഷ്ടിയായി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ? സൂറത്തുൽ ഇസ്രായിലെ 97 മുതൽ 98 വരെയുള്ള ആയത്തുകൾ. പരലോക വിശ്വാസത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ അവസാന ഭാഗത്ത് നരകം സത്യമാണ് എന്ന് വിശ്വസിക്കണം എന്നുള്ള കാര്യം. നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. സ്വർഗത്തെ സംബന്ധിച്ചും അതിൻ്റെ വിചാരണയുമായി സ്വർഗം ആർക്കെല്ലാം ലഭിക്കുമെന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ, സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നാം നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. സ്വർഗം എപ്രകാരം സത്യവിശ്വാസികൾക്കു വേണ്ടി അലങ്കൃതമായും ആസ്വാദ്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടോ, അതേ പ്രകാരം അതിൻ്റെ മറുവശത്ത് നരകാഗ്നിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്കും മുനാഫിക്കുകൾക്കും ഫാജിറുകൾക്കും വേണ്ടി എല്ലാ യാതനകളും വേദനകളും അങ്ങേയറ്റത്തെ ചൂടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിർണയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഅ്വാഹും ജഹന്നം, അവരുടെ അഭയമാണ് നരകം. യഥാർത്ഥത്തിൽ നരകം അഭയമല്ല, നരകത്തിൽ ഭയം മാത്രമേ ഉള്ളൂ. സ്വർഗമാണ് അഭയം, സ്വർഗത്തിൽ ഭയപ്പെടേണ്ടതില്ല.
സ്വർഗവാസികൾ ദുഃഖിക്കുന്നതുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകളോട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വർഗമാണ് നിങ്ങളുടെ, നരകമാണ് അഭയം എന്ന് പറയാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ, നിങ്ങൾക്ക് പേടിക്കാതിരിക്കാനുള്ള സ്ഥലം നരകമാണെന്ന്. എന്നാൽ തീയാണ്. എന്താ നരകത്തിന്റെ പ്രത്യേകത? കുല്ലമാ ഖബത്, നരകത്തിന്റെ തീ അണഞ്ഞു പോകുമ്പോഴെല്ലാം, അണഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനം, അവിടുത്തെ വിറകുകൊള്ളികൾ, നരകത്തിലെ വിറകുകൊള്ളികൾ എന്ന് പറഞ്ഞാൽ കാഫറുകളായ ജിന്നു മിൻസുമാണ്. അവരെ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ തീ അങ്ങ് തീർന്നുപോയി എന്ന് നമ്മൾ കരുതും. അങ്ങനെ തീ തീർന്നു പോകുമ്പോഴെല്ലാം പുതിയ തീയിനെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും തീ പുതുതായി അവിടെ വന്ന് നരകത്തിൽ എല്ലായ്പ്പോഴും അഗ്നി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് സൂറത്തുൽ ഇസ്രായിലെ 97-98 ആയത്തുകൾ. സൂറത്തു തഗാബുൻ, നഷ്ടം വെളിപ്പെടൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ വ്യക്തിക്കും അവരുടെ ദുനിയാവിലെ നഷ്ടം എന്താണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുന്നത് വിചാരണ സമയത്താണ്, പരലോകത്താണ്. കാരണം അവിടെ നമുക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയും നരകം നിശ്ചയിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ നഷ്ടം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നഷ്ടം വെളിപ്പെടലിനെ കുറിച്ച് വിവരിക്കുന്നിടത്ത് വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ തെളിവുകൾ അതിനെ തള്ളുകയും കളവാക്കുകയും ചെയ്യുന്നവർ, അവിശ്വാസികൾ, ഉലൈക അസ്ഹാബുന്നാർ, അവരാണ് നരകവാസികൾ. ഖാലിദീന ഫീഹാ, അവർ നരകത്തിൽ അനശ്വരരാകുന്നവരാണ്. വബിസൽ മസീർ, അത് എത്തിച്ചേരാനുള്ള ചീത്ത സ്ഥലമാണ്. അവിശ്വാസികൾക്ക് ഇനി എത്തിച്ചേരാനുള്ള ഏറ്റവും മോശമായ സ്ഥലമാണ് നരകം. വീണ്ടും അള്ളാഹു പറയുന്നു, ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തിഹി, ഈ കൽപ്പനകൾ, ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധനം മാത്രമാണ്, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ മാത്രമാണ്. വമയ്യാസില്ലാഹ വറസൂല, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത്, ഫഇന്ന ലഹു നാറ ജഹന്നം, തീർച്ചയായും അവനുള്ളത് നരകാഗ്നിയാണ്. ഖാലിദീന ഫീഹാ അബദ, അവർ നരകാഗ്നിയിൽ എന്നേക്കും അനശ്വരരായി കഴിച്ചുകൂട്ടേണ്ടവരാണ്. വീണ്ടും അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, തീർച്ചയായും പാപികൾ, കുറ്റവാളികൾ, അവർ നരകത്തിന്റെ ശിക്ഷയിൽ എന്നെന്നും കഴിച്ചുകൂട്ടുന്നവരാണ്. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ വമാ ലലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്ന് ഒരു ഇടവേളയും നൽകപ്പെടുന്നില്ല. നിരാശരായി നരകത്തിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടവരാണവർ. നരകത്തിന്റെ തീയിലിങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം ആശ്വാസം നൽകട്ടെ എന്നുള്ള നിലക്ക് നരകക്കാർക്കൊരു തണൽ നൽകുന്നില്ല. അവിടെ അവർ അതീവ നിരാശരാണ്. വഹും ഫീഹി മുബ്ലിസൂൻ വമാ ലലംനാഹും, അവരോട് നാം അനീതി കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ, അവർ സ്വയം അനീതി കാണിച്ചവരാണ്. ആരെങ്കിലും നരകത്തിലെത്തുന്നുണ്ടെങ്കിൽ അവർ അവരോട് തന്നെ അനീതിയും അക്രമവും പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. വനാദൗ, നരകവാസികൾ വിളിച്ചു പറയും, യാ മാലിക് ലിയഖ്ദി അലൈനാ, ഓ മാലിക്കേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ നടപടിയൊന്ന് അവസാനിപ്പിക്കണമേ. ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബ് ഞങ്ങളുടെ മേൽ വിധി പറയട്ടെ മാലിക്കേ എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ ഈ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഈ നരകമൊന്ന് തണുപ്പിക്കാൻ ഒരു ദിവസത്തെ ഇടവേളയെങ്കിലും ഞങ്ങൾക്കൊന്ന് തരാൻ, ഒരല്പനേരം ഞങ്ങൾക്കൊരാശ്വാസം തരാൻ മാലിക്കേ നീ റബ്ബിനോട് പറയണം. ഇവർക്ക് നേരിട്ട് പറയാനുള്ള തന്റെ ഇടമില്ല. മാലിക് എന്നാൽ നരകത്തിന്റെ കാവൽ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഖാല ഇന്നകും മാകിസൂൻ, മാലിക് പറയും, നിങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നവരാണ്. കാരണം എന്താ? ഹക്ക് നിങ്ങളിലേക്ക് വന്ന സമയത്ത് അതിനെ തള്ളിക്കളഞ്ഞ് വെറുത്ത ആളുകളാണ് നിങ്ങൾ എന്നതാണ് കാരണം. സൂറത്ത് സുഖ്റുഫ് 43-ാമത്തെ സൂറത്തിലെ 74 മുതൽ 78 വരെയുള്ള ആയത്തുകൾ. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവർ അള്ളാഹുവിനെ കൂടാതെ സമന്മാരെ സ്വീകരിച്ചവരാണ്. റബ്ബിനോട് നടത്തേണ്ട ദുആവും റബ്ബിനോട് നടത്തേണ്ട ഇസ്തിഗാസയും ഒക്കെ സൃഷ്ടികളോട് നടത്തുന്ന റബ്ബിൽ പങ്കുചേർത്തിട്ടുള്ള ആളുകൾ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, തങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ള ആ സൃഷ്ടികളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് തീവ്രമായ സ്നേഹമുള്ളവരാണ്. വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, കാഫിറുകൾ, അനീതി പ്രവർത്തിച്ചവർ, ളാലിമുകൾ, ശിർക്ക് ചെയ്തവർ റബ്ബിന്റെ ശിക്ഷയെ കാണുന്ന നേരത്ത് എങ്ങനെയിരിക്കും എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, തീർച്ചയായും അല്ലാഹുവിന് മാത്രമാണ് എല്ലാ ശക്തിയും.
വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അല്ലാഹു ഏറ്റവും ശക്തമായി തീക്ഷ്ണമായി ശിക്ഷ നടപ്പാക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ചും അള്ളാഹു ശിക്ഷിക്കുന്ന സമയത്താണ് കാണാൻ കഴിയുക. അള്ളാഹു നരകാഗ്നിയിൽ അവിശ്വാസികളെ എങ്ങനെയാണ് ശിക്ഷിക്കുക എന്നും അവിശ്വാസികൾ ദുനിയാവിൽ തന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീദിന്റെ സ്വരത്തിൽ പറയുന്നത്. സൂറത്തുൽ ബഖറ 2-ാമത്തെ സൂറത്ത്, അതിലെ 165-ാമത്തെ ആയത്ത്. ആ ആയത്തുകൾ ഇങ്ങനെ അവസാനം പറയുന്നത് കദാലിക യുരീഹുമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അങ്ങനെയാണ് അവിശ്വാസികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അവർക്ക് ഏറ്റവും നഷ്ടകരമായി കാണിച്ചു കൊടുക്കും. വമാ ഹും ബിഖാരിജീന മിനന്നാർ, അവർ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. എത്ര ആയത്തുകളാണെന്നറിയാമോ? 1000 ആയത്തുകളിലാണ് നരകാഗ്നിയെ കുറിച്ച് ഖുർആൻ വർണ്ണിച്ചിട്ടുള്ളത്. ഈ നരകം നിർബന്ധമായി അത് സത്യമാണ് എന്ന് തിരിച്ചറിയണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ അമലുകളും നമ്മുടെ സംസ്കാരവും എല്ലാ കാര്യങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിയ്യത്തോടുകൂടി ഇസ്ലാമിന്റെ കൽപ്പനകൾക്ക് വിധേയമായി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്നല്ലദീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ, നമ്മുടെ തെളിവുകളെ കളവാക്കുകയും നമ്മുടെ തെളിവുകളോട് അഹന്ത പുലർത്തുകയും ചെയ്ത അവിശ്വാസികൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, നാളെ ആത്മാവുകളെ ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, കപ്പൽ നങ്കൂരമിടാൻ ഉപയോഗിക്കുന്ന വലിയ വടം അത് ചെറിയൊരു സൂചിക്കുഴയിലൂടെ പ്രവേശിച്ചാൽ പോലും വലിയ ഒരു കയറ് ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നുപോയാലും ശരി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വകദാലിക നജ്സിൽ മുജ്രിമീൻ, അപ്രകാരമാണ് നാം കുറ്റവാളികൾക്ക് ശിക്ഷ നൽകാറുള്ളത്. ലഹും മിൻ ജഹന്നമ മിഹാദ്, അവർക്ക് നരകാഗ്നിയിൽ നിന്ന് വിരിപ്പുകളുണ്ട്, തീയുടെ വിരിപ്പുകൾ. വമിൻ ഫൗഖിഹിം ഗവാശ്, അവരുടെ മുകളിൽ തീയുടെ തണലുകളുണ്ട്. വകദാലിക നജ്സിൽ ളാലിമീൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് ലാലിമുകൾക്ക് അപ്രകാരമാണ് നാം കൂലി നൽകുക. 7-ാമത്തെ സൂറത്ത് സൂറത്തുൽ അഹ്റാഫിലെ 40-41 ആയത്തുകൾ. എത്രയിടത്താണ് നരകത്തിന്റെ ഗൗരവാവസ്ഥ വിശദീകരിച്ച് നമ്മൾ കേൾക്കണം, വായിക്കണം. ഖുർആനിൽ ഏത് പേജ് മറിച്ചാലും നരകത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളവിടെ കാണും. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, സത്യനിഷേധികൾ അവർക്കുള്ളതാണ് നരകാഗ്നി. ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, അവിടെ അവർക്ക് മരണം വിധിക്കപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അതിന്റെ ശിക്ഷ അവരിൽ ലഘുവാകുകയുമില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, പരമനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയാണ് നാം കൂലി കൊടുക്കുക. വഹും യസ്തരിഖൂന ഫീഹാ, അവർ നരകത്തിൽ അലമുറയിട്ട് കരയും. റബ്ബനാ ഖരിജ്നാ, റബ്ബേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ ഒന്ന് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. നഅമൽ സ്വാലിഹ, ഞങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. അതായത് ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ പ്രവർത്തിക്കാത്ത നന്മകളൊക്കെ ഇനി ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇതുവരെ മരിക്കുന്നത് വരെ ഞങ്ങൾ നന്മ ചെയ്തിട്ടില്ല വേണ്ടത്ര, ഇനി ഞങ്ങൾ തൗഹീദിലും സുന്നത്തിലും നന്മകളിൽ ഞങ്ങൾ ജീവിതം കൊണ്ടുവരാമെന്നവർ പറയും. റബ്ബിന്റെ ചോദ്യം, അവലം നഅമ്മിർക്കും, നിങ്ങൾക്ക് ആവശ്യത്തിന് ആയുസ് നൽകിയില്ലേ, അന്നേരം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. മായ തദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം ആയുസ്സിന് നീളം നൽകിയിട്ടുണ്ടായിരുന്നില്ലേ. വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് റസൂൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, താക്കീതുകാരൻ വന്നിരുന്നില്ലേ? വന്നിരുന്നു, സമയം കിട്ടിയിരുന്നു. പക്ഷേ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും മറന്ന് അധർമ്മികളും തോന്നിവാസികളും കാഫിറുകളും ഫാജിറുകളുമായി ജീവിതം നയിച്ചു. അതിനാൽ ഇന്ന് നിങ്ങൾ എന്നോട് ഇളവ് ചോദിക്കേണ്ടതില്ല. ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നരകം. അക്രമികൾക്ക് സഹായികളായി ആരുമുണ്ടാവുകയില്ല. വലിയില്ല, ശൈഖില്ല, ബാബയില്ല, ബീവിയില്ല, സിദ്ധനില്ല, ഒരുത്തനുമില്ല. എല്ലാവരും തനിച്ച് തനിച്ച് നഫ്സിയ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ അവന്റെ വിധി ഏറ്റുവാങ്ങുന്ന ദുർഗതിയാണ് ഖുർആൻ താക്കീത് ചെയ്യുന്നത്. 35-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിർ, അതിലെ 36-37 ആയത്തുകൾ. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതുലുബുൽ ജന്നത ജഹദകും വഹ്റബൂ മിനൻ നാരി ജഹദകും, നിങ്ങൾ സ്വർഗത്തെ പരമാവധി അന്വേഷിക്കണം. സ്വർഗം ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ നരകാഗ്നിയെ അങ്ങേയറ്റം ഭയപ്പെടണം. നരകത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം. ഫൈനൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ, തീർച്ചയായും സ്വർഗം അന്വേഷിക്കുന്ന ആളുകൾ ഉറങ്ങുകയില്ല. വൈനൻ നാറ ലാ യനാമു ഹാരിബുഹാ,
നരകത്തെ പേടിക്കുന്നവരും ഉറങ്ങുകയില്ല. നരകത്തെ പേടിച്ച് സ്വർഗം മോഹിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അവർക്ക് നല്ലതുപോലെ ഉറങ്ങാൻ കഴിയില്ല. എനിക്കെങ്ങാനും സ്വർഗം നഷ്ടമാകുമോ, നരകം എനിക്ക് വിധിക്കപ്പെടുമോ എന്ന ഭയത്തോടുകൂടി തഖ്വയിലാണ് സത്യവിശ്വാസികൾ അവരുടെ അവസാന ശ്വാസം വരെയും ജീവിതം നയിക്കുക. അതിനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി അല്ലാഹു പഠിപ്പിക്കുന്നു. 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ചാൽ വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷയെ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നുണ്ട്. മുഹമ്മദ് നബിയാണ് പറയുന്നത്, എനിക്ക് നരകത്തെ പേടിയാണ്. ഖുലില്ലാഹു അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി, നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാൻ അല്ലാഹുവിനെ ആരാധിക്കും, എന്റെ കീഴ്വണക്കം അവന് മാത്രം നൽകിക്കൊണ്ട്. ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനി, എന്നാൽ നിങ്ങൾ അല്ലാഹുവെ കൂടാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ മുഴുവൻ ആരാധിച്ചോളൂ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. എന്നാൽ പറഞ്ഞു കൊടുക്കണം നബിയെ, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വാഹിലീഹിം യൗമൽ ഖിയാമ, തീർച്ചയായും ആരാണ് നഷ്ടകാരികൾ എന്നറിയാമോ? സ്വന്തത്തെയും കുടുംബത്തെയും പരലോകത്ത് നഷ്ടം വരുത്തിയവരാണ്. പരലോകത്ത് സ്വർഗമില്ലാതെ നരകത്തിൽ പതിക്കുന്ന രീതിയിൽ ഈ ദുനിയാവിൽ മുന്നോട്ട് പോയവരാരാണോ അവരാണ് യഥാർത്ഥ നഷ്ടകാരികൾ എന്ന് നബിയെ നീ പറഞ്ഞു കൊടുക്കുക. അല, അറിഞ്ഞോളൂ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. പരലോകത്ത് നരകത്തിൽ പതിക്കുക എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം. ലഹും മിൻ ഫൗഖിഹിം നുലലും മിനൻ നാർ, നരകവാസികൾക്ക് നരകത്തിൽ നിന്നുള്ള തണലുകളാണ് അവരുടെ മുകളിൽ. തീയുടെ തണലുകൾ, തണൽ എന്നത് പദം മാത്രമാണ്. തീയിന്റെ തണൽ എങ്ങനെ തണലാകും? ചൂടിൽ വെന്തുകൊണ്ടിരിക്കും. തണലാണ് എന്ന് കരുതി അവരുടെ മുഖത്ത് മേഘങ്ങളായി നിൽക്കുന്നത് അഗ്നിയാണ്. അതിനെ പൊതിഞ്ഞ ചാരമാണ് അവർ കാണുന്നത്. അങ്ങനെ നരകം തലക്കുമീതയും അവർക്ക് ചൂട് നൽകിക്കൊണ്ടിരിക്കും എന്നർത്ഥം. വമിൻ തഹ്തിഹിം നുലൽ, അവരുടെ താഴ്ഭാഗത്തും നരകത്തിന്റെ തണലുകളാണ്. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഇബാദ, അക്കാര്യം അല്ലാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. അല്ലാഹു വെറുതെ പറഞ്ഞു പേടിപ്പിക്കുന്നവനല്ല, ഉള്ളത് പറയും, ഉള്ളതുപോലെ പറയും, കൃത്യമായി പറയും. അല്ലാഹുവും റസൂലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന രീതിയില്ല. നരകത്തെക്കുറിച്ച് ഈ വർണ്ണനകളെല്ലാം പറയുന്നത് ഈ നരകത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയുമാണ് അല്ലാഹു. യാ ഇബാദി ഫത്തഖൂൻ, അതുകൊണ്ട് എന്റെ അടിമകളെ നിങ്ങൾ എന്നെ ഭയന്നുകൊള്ളുക. പൂർവികരെല്ലാം, അമ്പിയാക്കളെല്ലാം, ഔലിയാക്കളെല്ലാം, സത്യവിശ്വാസികളെല്ലാം, കടന്നുപോയ മാതൃകായോഗ്യരായ മനുഷ്യരെല്ലാം, അവരെല്ലാം ഇപ്രകാരം നരകത്തെ ഭയന്നുകൊണ്ടാണ് അവസാന നാളുവരെ അവരുടെ ജീവിതത്തെ കൊണ്ടുവന്നത്. നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിടക്കാൻ ഒരു മൃദുവായ മെത്ത വിരിച്ചു കൊടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരൻ തീരുമാനിച്ചപ്പോൾ കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖമായി കിടന്നുറങ്ങുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സാഹിബുൽ ഖർനുണ്ടല്ലോ ഇസ്രാഫീൽ, കാഹളത്തിലൂതാൻ വേണ്ടി കാഹളം വായിലെടുത്തു വെച്ച് നെറ്റി മുകളിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ കൽപ്പന കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞു. ഇനി അള്ളാഹു കൽപ്പിക്കുന്നു, ഇസ്രാഫീൽ കാഹളത്തിലൂതുന്നു, ലോകാവസാനമുണ്ടാകുന്നു. അടുത്ത കാഹളത്തിലൂത്തും ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കും. അത് കഴിഞ്ഞാൽ വിചാരണയും കർമ്മങ്ങളുടെ തൂക്കിനോക്കലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകം നിർണയിക്കപ്പെടും. ഈ നരകത്തിലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നയാൾ എങ്ങനെയാണ് മികച്ച ഒരു മെത്തയിൽ സുഖത്തോടുകൂടി കിടന്നുറങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കാണാൻ കഴിയും. നരകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ കുടുംബത്തെ നരകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഭയപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും വേണം. ഹറാമായ കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അതിൽ പെട്ടുപോയാൽ, താൽക്കാലിക ആസ്വാദനങ്ങളിൽ വീടുപോയാൽ മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും പരിപാലനം നടത്തി വളർത്തിയെടുക്കേണ്ടവരാണ്. നിങ്ങളുടെ ഭാര്യമാരെ, മക്കളെ നിങ്ങളാണ് തർബിയത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവർ നരകത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ചാൽ, അവരുടെ വിശ്വാസം പിഴച്ചതാണെങ്കിൽ, കർമ്മങ്ങൾ പിഴച്ചതാണെങ്കിൽ, നരകത്തിന്റെ വഴിയിലേക്കാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളും നാളെ വിചാരണയ്ക്ക് വിധേയമാകും എന്ന കാര്യം മറക്കാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം,
ലൗ റഅയ്തും മാ റഅയ്തു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ കണ്ട കാഴ്ച നിങ്ങളും കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. കളിതമാശകളും ചിരിയുമായി നടക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് നബി കണ്ട കാര്യം? സ്വഹാബികൾ ചോദിച്ചു, ഖാലു വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് എന്താണ് കണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടിരിക്കുന്നു. സ്വഹീഹ് മുസ്ലിം. നബിക്ക് അല്ലാഹു സ്വർഗം നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നരകവും നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മിഅ്റാജിന്റെ രാവിൽ. അതേ പ്രകാരം തന്നെ ഒരു ഗ്രഹണ നിസ്കാര വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് അല്ലാഹു സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞു, ലമ്മാ കുസിഫത്തി ശംസു റഅയ്തുൻ നാർ, ഒരു ഗ്രഹണമുണ്ടായ സൂര്യഗ്രഹണമുണ്ടായപ്പോൾ നരകം ഞാൻ കണ്ടു. ഫലം അറ മല്ലറൻ കൽ യൗമി ഖത്തു അഫ്ളഅ മിൻഹാ, ഇന്ന് ഞാൻ കണ്ട കാഴ്ചയേക്കാൾ നികൃഷ്ടമായ വഷളായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. നബി കണ്ട കാഴ്ചകളിൽ ഏറ്റവും വഷളായ രണ്ട് കാഴ്ചകൾ, ഒന്ന് ഖബറിലെ ശിക്ഷയാണ്, രണ്ട് നരക ശിക്ഷയാണ്. ഇതിനേക്കാൾ വേദനാജനകമായ, നിന്ദ്യമായ, വഷളായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ലാ തൻസൗൽ അളീമതൈൻ, അതീവ ഗുരുതരമായ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഏറ്റവും ഗൗരവമുള്ള രണ്ട് കാര്യങ്ങളുണ്ട്, അത് ആരും മറന്നു പോകരുത്. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? അൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും. സ്വർഗവും നരകവും നിങ്ങൾ മറക്കരുത്, എന്നും അതിനെക്കുറിച്ച് ഓർക്കണം. എന്നിട്ട് ഇബ്നു ഉമർ നബി ഇങ്ങനെ പറഞ്ഞു എന്ന് പ്രസ്താവിച്ചിട്ട് അദ്ദേഹം സ്വയം കരയാൻ തുടങ്ങി. എത്രത്തോളം? അദ്ദേഹത്തിന്റെ താടിരോമങ്ങളുടെ ഇരുവശങ്ങളിലൂടെയും ഇബ്നു ഉമറിന്റെ കണ്ണുനീരുകൾ ഈ വാചകം പറയുമ്പോൾ ഒഴുകി വീഴുന്നുണ്ടായിരുന്നു എന്നാണ്. സുമ്മ ഖാല, എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലൗ തഅലമൂന മാ അഅലമു മിൻ അംരിൽ ആഖിറ, നബി പറഞ്ഞ കാര്യം എന്താണ് അത് ഇബ്നു ഉമർ ആവർത്തിച്ചു കൊടുത്തു. പരലോകത്തിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലമശൈതും ഇല സഇദാത്, നിങ്ങൾ ഏതെങ്കിലും കുന്നിൻ പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു. വലഹസൈതും അലാ റൂസികും തുറാബ്, എന്നിട്ട് മണ്ണെടുത്ത് നിങ്ങളുടെ തലയിൽ വാരിയിടുമായിരുന്നു. എനിക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഒരു ബോധം ഉണ്ടായില്ലല്ലോ എന്ന അർത്ഥത്തിൽ അത്രമാത്രം ചിന്തയും ഗൗരവവും നരകാഗ്നിയെ കുറിച്ചുണ്ടാക്കണം. ഇമാം അബൂ യഅല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതേ ആശയം തന്നെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ മണ്ണെടുത്തു വാരിയിടുമായിരുന്നു എന്ന് ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിലും ഉദ്ധരിച്ചിട്ടുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ഒറ്റപ്പെട്ട ഒരു തടവറയാണ്. നരകത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, പക്ഷേ പരസ്പരം സഹായിക്കാനോ ആശ്വാസം നൽകാനോ അവർക്ക് കഴിയില്ല. കൂരിലിട്ട് പിടിച്ച വന്യമായ ഒരു സ്ഥലം, കഠിനമായ ചൂടിലാണ് അവരുള്ളത്. നരകത്തിന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ ആഴമാണ്, അവിടെ തുളച്ചു കയറുന്ന വായുവാണുള്ളത്. അതേപോലെ തന്നെ വലിയ വലുപ്പമുള്ള തീപ്പൊരികളാണ് ചിതറിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ നരകാഗ്നി എന്ന് പറഞ്ഞാൽ 1000 വർഷം ആളിക്കത്തിച്ചു വെളുക്കുകയും വീണ്ടും 1000 വർഷം ആളിക്കത്തിച്ച് അത് ചുവപ്പ് നിറമായി തരികയും വീണ്ടും 1000 വർഷം ആളിക്കത്തിച്ച് അത് കറുപ്പ് നിറമായി മാറുകയും ചെയ്ത് അതികഠിനമായി ചൂടായതിനു ശേഷമാണ് ആ നരകത്തിലേക്ക് അവിശ്വാസികൾ എറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കരുത്ത് കരിവാളിച്ച് കരിക്കട്ടയായി നിൽക്കുന്ന കടുത്ത ചൂടിന്റെ പ്രദേശവും പ്രവിശ്യയുമാണ് നരകമെന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയാ മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്ക് വീണുപോയ എന്നാൽ ദുനിയാവിൽ എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും നുകർന്ന് കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യൻ നാളെ കൊണ്ടുവരപ്പെടും. അയാൾ കാഫറാണ്, അയാൾക്ക് നരകം വിധിച്ചിട്ടുണ്ട്, അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അയാളെ ആ ശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് അയാളെ കൊണ്ടുവരും. ദുനിയാവിൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പരിവാരങ്ങളും സേവകന്മാരും ഉണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. ദുനിയാവിൽ അയാൾക്ക് ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ ആസ്വാദനങ്ങളും കൊട്ടാരങ്ങളും അനുഭൂതികളും സ്വർണവും രത്നവും ഒക്കെ അയാളുടെ കയ്യിലുണ്ട്. മരിക്കുന്നത് വരെ ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മാത്രം, ദുനിയാവിൽ അയാളെക്കാളും ആസ്വാദനം സഹിച്ച ഒരുത്തനില്ല. അങ്ങനെ ദുനിയാവിലെ ആസ്വാദനങ്ങളെല്ലാം അനുഭവിച്ച ഒരുത്തൻ, ആസ്വദിച്ച ഒരുത്തൻ, അവനെ പരലോകത്ത് കൊണ്ടുവരും. എന്നാൽ അവൻ അവിശ്വാസിയാണ്.
നരകമാണ് അവന് വിധിക്കപ്പെട്ടത്. അവനെ കൊണ്ടുവന്നിട്ട് നരകാഗ്നി, നരകത്തിൽ അവൻ ചൊരിയപ്പെടും. സിബഹത്തൻ, തീയിൽ നിന്നും അവന്റെ തലയിലേക്ക് കോരിയൊഴിക്കപ്പെടും. സുമ്മയുഖാലു ലഹു, എന്നിട്ട് അവനോട് ചോദിക്കും, യബ്ന ആദം, ഓ മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, ദുനിയാവിൽ നീ വല്ല സന്തോഷവും ആസ്വദിച്ചിരുന്നോ? വല്ല നന്മയും നീ കണ്ടിരുന്നോ? നരകത്തിലെ ഒരൊറ്റ കോരിയെടുത്ത് തലയിൽ ഒഴിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ദുനിയാവിൽ ഇവനേക്കാളും സന്തോഷിച്ച ഒരാളില്ല. അവരോടാണ് ചോദ്യം, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴാ ചോദിക്കുന്നത്? നരകത്തിൽ ഒരു കോരിയെടുത്ത് തലയിൽ ഒഴിച്ചു കൊടുത്ത്. ഹൽ മർറ ബിക നഈമുൻ ഖത്തു, ദുനിയാവിൽ നിനക്ക് വല്ല സന്തോഷവും കിട്ടിയിട്ടുണ്ടോ, അനുഭൂതിയും കിട്ടിയിട്ടുണ്ടോ? വല്ല അനുഭൂതിയും, ഒരു തരി അനുഭൂതിയെങ്കിലും നീ ദുനിയാവിൽ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ഇവനോട് ചോദിക്കും. ഫയഖൂൽ, അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, റബ്ബേ, ദുനിയാവിൽ ഞാൻ ഒന്നും ആസ്വദിച്ചിട്ടില്ല. ഒരു മധുരം നാവിൽ വെച്ചതുപോലും അവൻ ഓർക്കാൻ കഴിയുന്നില്ല. നരകത്തിന്റെ ഒന്നാമത്തെ കോരിക അവന്റെ തലയിലേക്ക് കമിഴ്ത്തുന്നതോടുകൂടെ ദുനിയാവിന്റെ എല്ലാ ആസ്വാദനങ്ങളും മറന്നുപോയി എന്നാണ്. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനങ്ങൾ അനുഭവിച്ച ഒരുത്തന്റെ പോലും നരകത്തിലെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. സിമാക്ക് ബിൻ ഹർബ് അദ്ദേഹം പറഞ്ഞു, അന്നഹു സമിഅ നുഅ്മാൻ ബിൻ ബശീർ, നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇതുപോലെ മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അൻദർതുകുമുന്നാർ, അൻദർതുകുമുന്നാർ, ഞാൻ നിങ്ങളെ നരകമുണ്ടെന്ന് താക്കീത് ചെയ്തിരിക്കുന്നു, നരകമുണ്ടെന്ന് ഞാൻ താക്കീത് ചെയ്തിരിക്കുന്നു. നബി ആവർത്തിച്ചു പറഞ്ഞു. എത്രത്തോളം? ഹത്താ ലൗ കാന റജുലുൻ കാന ഫീ അഖ്സ സൂഖ്, മാർക്കറ്റിന്റെ അങ്ങേയറ്റത്ത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ സമയഹു, അയാൾ പോലും അത് കേട്ടു. പള്ളിയിൽ നിന്ന് അകലെ മാർക്കറ്റിന്റെ അറ്റത്തുള്ള ഒരു മനുഷ്യൻ പോലും കേൾക്കുന്ന അത്രയും അട്ടഹസിച്ചുകൊണ്ട് നബി, അൻദർതുകുമുന്നാർ, നരകം സത്യമാണ് എന്ന് നിങ്ങളോട് ഞാൻ താക്കീത് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വസമിയ അഹ്ലു സൂഖി സൗത, മാർക്കറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ നബിയുടെ ആ ശബ്ദം കേട്ടു. നിറവിശ്വാസികൾ അടക്കമുള്ള ആളുകൾ നബിയുടെ ആ താക്കീത് കേട്ടു. വഹുവ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ഫയസ്കുൽ ഐല, നാട്ടിൽ പട്ടിണിയാണ് എന്ന് ആവലാതി പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിൽ 5 സ്ഥലങ്ങളിൽ, ബുഖാരിയിൽ മാത്രം ഈ റിപ്പോർട്ട് കാണാം. ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാൻ, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. വഅമലാഹർ, വേറെ ഒരുത്തൻ തരീഖ്, വഴിക്കൊള്ളക്കാരെ കുറിച്ച് ആവലാതി പറയുന്നു. വഴിക്കൊള്ളക്കാരെ കുറിച്ച് വേറൊരുത്തൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കള്ളന്മാരുടെ, കൊള്ളക്കാരുടെ ശല്യമാണ്, ഞങ്ങൾ കച്ചവട സംഘങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ അത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു, അതുകൊണ്ട് സെക്യൂരിറ്റിയെ വെച്ച് തരണം, പട്ടാളക്കാരെ നിശ്ചയിക്കണം, കള്ളന്മാർ ഞങ്ങൾക്ക് രക്ഷ തരണം. നബി മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അദ്ദേഹം നരകത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു ദിനം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. ലൈസ ബൈനഹു വബൈനഹു ഹിജാബ് വലാ തുർജുമാൻ യുതർജമുല, വിവർത്തകനായി ഒരാളും ഉണ്ടാകില്ല. റബ്ബിനോട് നേരിട്ട് സംസാരിക്കണം. ഒരു വക്കീലിനെ വെച്ച് സംസാരിക്കാൻ പറ്റൂല, വേറെ ഒരാളെ ഏൽപ്പിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത എന്റെ അമലുകളെ കുറിച്ച്, എന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ നേരിട്ട് റബ്ബിനോട് സംസാരിക്കണം. മനസ്സിലായില്ലേ? മുന്നോട്ട് നോക്കുമ്പോൾ നരകത്തെയാണ് അവനെ കാണാനുള്ളത്, വലത്തോട്ട് നോക്കുമ്പോൾ അവന്റെ കർമ്മങ്ങളുണ്ട്, നരകവുമുണ്ട്. ഇടതുവശത്തും അവന്റെ ദുഷ്കർമ്മങ്ങളും, അതേപോലെ നരകം എല്ലായിടത്തും. കാരണം വിചാരണയുടെ വേദിയിൽ നരകം മാത്രം കൊണ്ടുവരപ്പെടും. നരകമാണ് അവൻ എങ്ങോട്ട് നോക്കിയാലും കാണുന്നത്. എന്നാൽ വലത്തോട്ട് നോക്കുമ്പോൾ അവന്റെ സൽക്കർമ്മങ്ങൾ കാണാം, ഇടത്തോട്ട് നോക്കുമ്പോൾ അവന്റെ ദുഷ്കർമ്മങ്ങളും കാണാം. ഈ കർമ്മങ്ങളും നരകവുമല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഈ കർമ്മങ്ങൾ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് അവന് കണ്ണിൽ നേരിൽ ബോധ്യപ്പെടുന്ന രംഗമാണ് വിചാരണയുടെ രംഗം. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. പട്ടിണിയേക്കാൾ വലുത്, സെക്യൂരിറ്റിയേക്കാൾ വലുത്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പട്ടിണിയിൽ നിന്ന് സുരക്ഷിതരാകണം, അവർ ധന്യരാകണം എന്നുള്ളത്, അതേപോലെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യങ്ങളിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് കരകയറണം എന്നുള്ളത് ഏതൊരു രാജ്യത്തെ പൗരന്മാരുടെയും മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അതിനേക്കാളും ഗൗരവമുള്ള സംഗതിയായി നരകത്തിൽ നിന്ന് മോചനം കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. പട്ടിണിയില്ലെങ്കിൽ മരിച്ചു പോകുന്നേ ഉള്ളൂ. കള്ളന്മാരുണ്ടെങ്കിൽ അവരെ തടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ നമ്മളെ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്നേ ഉള്ളൂ. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ, അമലുകളില്ലെങ്കിൽ, സൽക്കർമ്മങ്ങളില്ലെങ്കിൽ
നരകം അനശ്വരമായ നരകമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന ബോധം വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വീണ്ടും പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിനു ശേഷം നബി ആവർത്തിച്ചു, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അങ്ങനെ 3 തവണ നബി പറഞ്ഞു ഇത്തഖുന്നാർ ഹത്താ ലനന്ന അന്നഹു യൻദുറു ഇലൈഹാ. നബി നരകത്തിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. നരകം നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ, ആ നരകത്തിന്റെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥ നേരിൽ കണ്ടതുപോലെ നബി ഞങ്ങളോട് പറയുന്നു, ആവർത്തിച്ച് നരകത്തെ സൂക്ഷിക്കണം. ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കച്ചീള കൊണ്ടെങ്കിലും, സദഖ കൊടുക്കാൻ ഒരു കാരക്കയുടെ ചീള കയ്യിലുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫമല്ലം യജിദ്, ഒരു കാരക്കച്ചീള് പോലും അന്യർക്ക് കൊടുക്കാൻ കാണുന്നില്ലെങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം. നരകം സത്യമാണ്. നമ്മുടെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തക്കതായതാവണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസികും സാനിയൻ വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അദീ ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ് ഞാൻ അവസാനം കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരാൾ വന്നിട്ട് പട്ടിണിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ വഴിക്കൊള്ളക്കാരുടെ ശല്യമാണ് എന്ന് പറഞ്ഞു. നബി അവസാനം അവർക്ക് കൊടുത്ത മറുപടി നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുക എന്നുള്ളതാണ്. പട്ടിണിയെക്കുറിച്ച് നബി പ്രതിപാദിച്ചത് സക്കാത്ത് കൊടുത്താൻ വാങ്ങാൻ ആളെ കിട്ടാത്ത ഒരു കാലം വരാനുണ്ട്. പട്ടിണിയെക്കുറിച്ച് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നാളെ സക്കാത്ത് കൊടുത്താൽ അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന ധന്യത വരും. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അതേപോലെ തന്നെ മക്കയിൽ നിന്ന് സനാ വരെ അവരെ പിന്നെ എന്താണ്, ഒരാളെയും, അതായത് ഒരു ആട്ടിൻകുട്ടിക്ക് ചെന്നായെ പേടിക്കണമെന്നല്ലാതെ ആരും ഒരാളെയും ഭയപ്പെടാതെ നടക്കാവുന്ന ഒരു സാഹചര്യം നാളെ വരാനുണ്ട്. കള്ളന്മാരെ നിങ്ങൾ ഇന്ന് പേടിച്ചാൽ നാളെ പേടിക്കണ്ട. ദുനിയാവിൽ അങ്ങനെയാണ്. പട്ടിണിയും നിർഭയത്വവും ഒക്കെ മാറി മാറി, പട്ടിണിയും ഭയവും ഒക്കെ മാറി മാറി വരും. ഇന്ന് പട്ടിണിയാണെങ്കിൽ നാളെ സമൃദ്ധിയായിരിക്കും, ഇന്ന് ഭയമാണെങ്കിൽ നാളെ നിർഭയത്വമായിരിക്കും. അള്ളാഹു മാറി മാറിയാണ് തരിക. അതിനെക്കുറിച്ചല്ല നമ്മൾ വേവലാതിപ്പെടേണ്ടത്. മറിച്ച് എന്തിനെക്കുറിച്ച് വേവലാതിപ്പെടണം? എന്തിനെക്കുറിച്ച്? അല്ല യഖിഫന്ന അഹദുകും ബൈന യദയില്ലാ, നിങ്ങൾ ഓരോരുത്തരും റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. ലൈസ ബൈനഹു വ ബൈനഹു ഹിജാബ് വലാ തർജുമാനുൻ യുതർജിമു ലഹു, അവനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല, വിവർത്തനം ചെയ്യാൻ ഒരു വിവർത്തകനില്ല. എന്നിട്ട് അവിടെ ചോദിക്കപ്പെടും, സുമ്മ ലയഖൂലന്ന ലഹു അലം ഊതിക മാല, നിനക്ക് ഞാൻ സമ്പാദ്യം നൽകിയിരുന്നില്ലേ? എല്ലാവരും പറയും ബല, ഉണ്ട്. അലം ഉർസിൽ ഇലൈക റസൂല, നിന്നിലേക്ക് സത്യം പഠിപ്പിക്കാൻ റസൂലിനെ അയച്ചിരുന്നില്ലേ? ബല. ഫല യഖൂലന്ന ബല, തീർച്ചയായിട്ടും എല്ലാവരും പറയും അതെ. എന്നിട്ട് ഫയൻദുറു അൻ യമീനിഹി, അവൻ വലത്തോട്ട് നോക്കും, ഫലാ യറ ഇല്ലന്നാർ, നരകമല്ലാതെ കാണുന്നില്ല. സുമ്മ യൻദുറു അൻ ശിമാലി, ഇടത്തോട്ട് നോക്കും, എന്നിട്ടോ ഫലാ യറ ഇല്ലന്നാർ, നരകമല്ലാതെ അവന് കാണാനില്ല. എങ്ങോട്ട് നോക്കിയാലും നരകമാണ് മഹ്ശറിൽ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഫല്യത്തഖിയന്ന അഹദുകുമുന്നാർ, നിങ്ങൾ ഓരോരുത്തരും നരകത്തെ സൂക്ഷിച്ചുകൊള്ളണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും. ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, അതുമില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും എന്ന് കൃത്യമായി പഠിപ്പിച്ചു. നരകത്തിന് പിന്നെ വ്യത്യസ്തമായ തട്ടുകൾ, 7 കവാടങ്ങളാണ് നരകത്തിനുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. സബഅത്തു അബ്വാബ്, നരകത്തിനുള്ളത് 7 വാതിലുകളാണ്. 7 വാതിലുകളും 7 തട്ടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്, 7 തരത്തിലുള്ള അവസ്ഥയിലേക്ക്. നരകത്തിലെ താരതമ്യേന അതിന്റെ പൊതുവായ ഒരു നാമം നാർ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ചൂട് കുറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ആ നരകത്തിൽ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, പിന്നെ താബിഈ പ്രമുഖരെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇമാം ലഹാഖ് പറഞ്ഞു, അദ്ദേഹം താബിയാണ്, ഫിദ്ദർക്കിൽ അഅ്ലാ അൽ മുഹമ്മദിയൂൻ, നരകത്തിന്റെ ഏറ്റവും മുകളിൽ ചൂട് കുറഞ്ഞ സ്ഥലത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. വഫിസാനി, രണ്ടാമത്തെ തട്ടിൽ അൻ നസാറ, നസാറാക്കളാണ്. വഫിസാലിസ്, മൂന്നാമത്തേതിൽ അൽ യഹൂദി, യഹൂദികളാണ്. വഫിർ റാബി, നാലാമത്തേതിൽ അസ്സാബിഊൻ, സാബി മതക്കാരാണ്. വഫിൽ ഖാമിസ് അൽ മജൂസ്, അഞ്ചാമത്തെ തട്ടിൽ മജൂസികളാണ്. വഫിസാദിസ് മുശ്രിക്കുൽ അറബ്, ആറാമത്തെ തട്ടിൽ അറേബ്യയിലെ മുശ്രിക്കുകളാണ്, ആ വിശ്വാസം ഉൾക്കൊള്ളുന്നവരും. വഫിസാബിഅ, ഏഴാമത്തേതിൽ അൽ മുനാഫിഖൂൻ, മുനാഫിഖുകളാണ്. വാൽ ഫിറഔൻ, ഫിറഔനിന്റെ ആളുകൾ. വമൻ കഫറ മിൻ അഹ്ലിൽ മാഇദ, അഹ്ലുൽ മാഇദയിലെ കാഫിറുകളായ ആളുകൾ. അഹ്ലുൽ മാഇദയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാമിനോട്
കടുത്ത കാഫറുകളായി ചിലർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആകാശത്തു നിന്നൊരു ഭക്ഷണതലി ഇറക്കി തരണം, ഞങ്ങൾ വിശ്വസിക്കാം. അങ്ങനെ അള്ളാഹു ആകാശത്തു നിന്നൊരു ഭക്ഷണതലി ഇറക്കി കൊടുത്തു. ഇഷ്ടംപോലെ മത്സ്യങ്ങളും മാംസങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷമായ തളിക ഒരു ദൃഷ്ടാന്തമായി ഇറക്കി കൊടുത്തു. അവരോട് പറഞ്ഞു, യഥേഷ്ടം കഴിക്കുക, സൂക്ഷിച്ചു വെക്കരുത്. അതൊരു പരീക്ഷണമാണ്. അവരതിൽ നിന്ന് യഥേഷ്ടം കഴിക്കുകയും അതിനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി കൽപ്പന ലംഘിച്ചു എന്ന് മാത്രമല്ല, ഇത് കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. ഒരു ദൃഷ്ടാന്തം കണ്ടാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞല്ലോ. അവരാണ് നരകത്തിന്റെ ഏറ്റവും തട്ടിൽ. പിന്നെ പറഞ്ഞു വൽ മുനാഫിഖൂൻ, മുനാഫിക്കുകളും ഫിർഔനിന്റെ ആളുകളും ഈ ഈസാ നബിയെ ചോദ്യം ചെയ്ത ധിക്കാരികളായ കാഫറുകളുമാണ് നരകത്തിന്റെ ഏറ്റവും അടുത്തത്തിലുണ്ടായിരിക്കുക. സൂറത്തു നിസായിലെ 145 ആയത്ത് ഇമാം ലഹാഖ് ഓതി കേൾപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫൽ, മുനാഫിക്കുകളാണ് നരകത്തിന്റെ അടിത്തട്ടിൽ മിനന്നാർ വലൻ തജിദ ലഹും നസീറ, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. നരകത്തിന്റെ വിശേഷണങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. ഹൃദയമുള്ളവന്റെ ഹൃദയം പാറിപ്പോകാൻ തക്കവണ്ണം നരകത്തെക്കുറിച്ചുള്ള താക്കീതുകൾ ഖുർആനിലുണ്ട്, സ്വഹീഹായ ഹദീസുകളിലുണ്ട്. നരകത്തെ ഭയന്ന് റബ്ബിനെ സൂക്ഷിച്ച് സ്വർഗം ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ മുവഹിദുകളായി സലഫിന്റെ മാർഗത്തിൽ സച്ചരിതരായി ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.